മതരാഷ്ട്രവാദത്തിന്റെ ഭീകരമുഖം മറച്ചുവെക്കാൻ ഈദ് സൂക്ഷിച്ച ചടങ്ങുമായി ജമാഅത്തെ ഇസ്ലാമി പ്രധാന ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെയും അറയ സമാജം ഭാരവാഹികളെയുമാണ് കോഴിക്കോട്ടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. പരിപാടിക്ക് ക്ഷണക്കത്തുമായി വീടുകളിൽ എത്തിയതാകട്ടെ മുസ്ലിം ലീഗ് നേതാവും. വിദ്വേഷ പ്രചാരണവും മതരാഷ്ട്രവാദവും കൈമുതലാക്കിയ സംഘടനയ്ക്ക് എന്ത് സൗഹൃദമാണുള്ളത് എന്ന് വ്യക്തമാക്കണമെന്ന് ക്ഷണം നിരസിച്ച അറയ സമാജം ഭാരവാഹികൾ ചോദിക്കുന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രമ്യ ദാസ് ചേരുന്നു. രമ്യ, ഇതെന്തൊരു നീക്കമാണ്? ഈ മത ഭീകര മുഖം മറയ്ക്കാൻ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന നീക്കങ്ങളിൽ ചില നിഗൂഢതകൾ ഉണ്ടല്ലോ രമ്യ. തീർച്ചയായും രാഖി, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം എന്നും ഈ മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു ഭീകര അല്ലെങ്കിൽ തീവ്രവാദ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയും എന്നും ഇത്തരത്തിൽ തന്നെയാണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളതും പ്രവർത്തന രീതികളെല്ലാം കൊണ്ടുപോയിട്ടുള്ളതും. അതെല്ലാം നമുക്കറിയാവുന്നതാണ്. ആ ഇടയ്ക്കാണ് ഇത്തരത്തിൽ ഈ കോഴിക്കോട് ഈ മതരാഷ്ട്രവാദത്തിന്റെ പേരിൽ ആ ഭീകരമുഖം മറച്ചുവെക്കാനായി ഈദ് സോഷ്യൽ ചടങ്ങുമായി ജമാഅത്തെ ഇസ്ലാമി എത്തുന്നത്. ഇത്തരത്തിൽ ഈ പരിപാടിക്കായി വിളിച്ചിട്ടുള്ളതാവട്ടെ പ്രധാന ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെയും അതുപോലെ തന്നെ അറയ സമുദായത്തിന്റെ ഭാരവാഹികളെ എല്ലാമാണ് ഇവർ ഈ പരിപാടിക്കായി ക്ഷണിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ഒരു ക്ഷണക്കത്തുമായി എത്തുന്നതാകട്ടെ ലീഗിന്റെ നേതാക്കളും പ്രവർത്തകരുമാണ്. ഇവരുടെ വീടുകളിലായിട്ടും മറ്റ് സ്ഥാപനങ്ങളിലായിട്ടും എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾ നമുക്ക് പലപ്പോഴും അറിയാം. പല ഘട്ടങ്ങളിലായി നമ്മളെല്ലാം അവരുടെ ആ നിലപാടുകളെല്ലാം കണ്ടതാണ്. കാരണം നമുക്കറിയാം മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള മതവുമായി ബന്ധപ്പെട്ടുള്ള രൂപീകരണം ഉൾപ്പെടെ അവർ ആവശ്യം നിരന്തരം ഉന്നയിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ തീവ്രമായ ഒരു മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി ഇത്തരത്തിൽ വീടുകളിലും അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളിലും എത്തുന്നത് ഈ ലീഗിന്റെ പ്രവർത്തകരും നേതാക്കളുമാണ് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ലീഗ് ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വഴങ്ങിയോ എന്നുള്ളത് തന്നെയാണ് നമുക്ക് തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ ആലോചിക്കേണ്ടതും അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു ചർച്ചയാക്കേണ്ടതും. കാരണം ഇത്തരത്തിൽ ഈ ഒരു UDF ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെയും എല്ലാം കൂട്ടുകെട്ട് പല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടതാണ്. UDF-മായി ബന്ധപ്പെട്ട് പല തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിട്ടുണ്ട്. VD സതീശൻ ഉൾപ്പെടെ പല ഘട്ടങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളം പൂശുന്ന നിലപാടെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അതിനിടയ്ക്കാണ് ഇപ്പോൾ നമ്മൾ ഈ പുതിയ UDF മന്ത്രിസഭ വന്നതിന് ശേഷം VD സതീശനും അതുപോലെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെല്ലാം വലിയ രീതിയിൽ ചർച്ചയായതാണ്. ജനം TV തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തയെല്ലാം പുറത്തുവിട്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ലീഗ് കൂടി ഈ ഒരു ഇതിലേക്ക് ഈ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ വഴിക്ക് വരുമ്പോൾ, കാരണം പലപ്പോഴും ലീഗിനേക്കാൾ മുൻപന്തിയിലേക്ക് ഈ ഒരു കൂട്ടുകെട്ടിൽ ജമാഅത്തെ ഇസ്ലാമി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. കാരണം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒന്നായി തീർന്നുകൊണ്ടുള്ള ഒരു ഇത്തരത്തിലുള്ളൊരു നീക്കമാണോ ഇത് എന്നുള്ളൊരു വലിയ രീതിയിലുള്ള ചർച്ചയാക്കേണ്ട ഒരു വിഷയമായി മാറുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാനായി തീരുമാനിച്ചത്. പക്ഷേ ഈ അറയ സമാജവും അതുപോലെ തന്നെ ഈ ക്ഷേത്ര കമ്മിറ്റികളെല്ലാം ഇതിൽ നിന്നും പിന്മാറിയതോടുകൂടിയാണ് ഇവർക്ക് ഈ ഒരു പരിപാടി ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുള്ളത്. രാഖി. ശരി രമ്യ.